ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു വാർത്ത വരികയാണ്. വൻപൻ തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് ഇന്ത്യ എന്നുള്ളതാണ് ഈ വാർത്ത. കാരണം ഡൽഹി സ്ഫോടനത്തിൽ അറസ്റ്റിലായിട്ടുള്ള ഡോക്ടർമാർക്ക് പാക് ഭീകര സംഘടനകളുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇതുവരെ നമുക്കറിയാമായിരുന്നു ഈ ബന്ധമുണ്ട്, അവിശുദ്ധ ബന്ധം ഇതിനുണ്ട് എന്നുള്ളത് അറിയാമായിരുന്നു. പക്ഷേ സ്ഥിരീകരിക്കാത്ത ഉള്ള വിവരങ്ങളായിരുന്നു ഇതെല്ലാം തന്നെ. പക്ഷേ ഇപ്പോൾ NIA അന്വേഷണത്തിലൂടെ ഇത് പുറത്തു വന്നിരിക്കുന്നു. ഇങ്ങനെയൊരു ബന്ധമുണ്ട്. വെറുതെ അല്ല ചെങ്കോട്ട സ്ഫോടനത്തിന് ശേഷം വ്യോമാതിർത്തി വരെ അടച്ചു പൂട്ടി, ജനങ്ങൾ ഉൾപ്പെടെ കടകളും സകല സ്ഥാപനങ്ങളും അടച്ചു പൂട്ടിക്കൊണ്ട് പാകിസ്ഥാനിലെ ജനങ്ങളടക്കം വീടുകളിൽ കയറിയിരുന്നത്. കാരണം ആ സ്പോട്ടിൽ തന്നെ തിരിച്ചടി അവർ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതേസമയം തന്നെയാണ് തുർക്കിയിൽ പ്ലെയിൻ ക്ലാഷ് ആവുന്നത്. മറ്റൊന്ന് പാകിസ്ഥാനിൽ കോടതി വളപ്പിന് സമീപം തന്നെ കാർ ബോംബ് സ്ഫോടനവും ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനെല്ലാം പുറകിൽ തന്നെ അജ്ഞാതരാണ്, ഇന്ത്യയുടെ അജ്ഞാതരാണ് എന്നുള്ളതാണ് എല്ലാവരും പടച്ചുവിട്ട വാർത്ത. ഇനി ആണോ അല്ലയോ എന്നുള്ളത് ഇന്ത്യ സ്ഥിരീകരിക്കേണ്ട കാര്യമാണ്. എന്തായാലും ഇതിനെക്കുറിച്ച് ഇന്ത്യ സംസാരിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടേയില്ല. പക്ഷേ ഈ വരുന്ന വിവരം എന്ന് പറയുന്നത് നിസാരമല്ല. നമ്മൾ ഇതുവരെയും, അതായത് പെഹൽഗാം അറ്റാക്ക് ഉണ്ടായി തിരിച്ച് ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്നതിന് നമ്മളെടുത്ത ഒരു സാവകാശമുണ്ട്. ആ സാവകാശം എന്ന് പറയുന്നത് 4 മാസത്തോളം ഏതാണ്ട് എടുത്തിട്ടുണ്ട്. ആ എടുത്ത സമയം കൊണ്ട് നമ്മൾ ശേഖരിച്ചു വെച്ചത് അവർക്കെതിരെയുള്ള തെളിവുകളായിരുന്നു. കാരണം പിന്നീട് നമുക്കറിയാമല്ലോ, നമ്മുടെ ഒരു നയതന്ത്ര പ്രതിനിധി സംഘം ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ പോയിട്ട് ഇന്ത്യയുടെ ഭാഗം വിശദീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവർക്ക് മുമ്പിൽ വെക്കണമെങ്കിലും, നമ്മളൊരു രാജ്യത്തിന് നേരെ ഒരു തിരിച്ചടി കൊടുക്കണമെങ്കിൽ, അതിന് ലോകത്തോട് പറയണമെങ്കിലും കൃത്യമായ തെളിവുകൾ ഉണ്ടാകണം. പാകിസ്ഥാൻ കാണിക്കുന്നത് പോലെ AI ഉപയോഗിച്ചിട്ടുള്ള ഇമേജുകളോ പഴയ ഇമേജുകളോ ഒന്നും വെച്ചുകൊണ്ട് നമുക്ക് ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ഒന്നും കാണിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ സംസ്കാരത്തിന് ഉള്ള രീതിയേ അല്ല. അപ്പോൾ സ്വാഭാവികമായും തിരിച്ചടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ തെളിവുകൾ വേണം. അങ്ങനെ വേണ്ടുന്ന തെളിവുകളെ ഏറ്റവും സുപ്രധാനമായതാണ് NIA ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഇതിന് പിന്നിൽ ജെയ്ഷെ ബന്ധമുണ്ട് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ നമ്മൾ വാഗൊണ്ട് പറയുന്നതിനും അപ്പുറം ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണമാണ് ഇത് സംബന്ധിച്ച് വന്നിട്ടുള്ളത്. നോക്കൂ, സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഉമർ മുഹമ്മദ് നബി എന്നാണ് ഈ ഭീകരന്റെ പേര്. അപ്പോൾ ഉമർ നബിക്ക് ജെയ്ഷെ മുഹമ്മദുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ നിർണായക തെളിവുകളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇത് കിട്ടിയത് എവിടെ നിന്നാണ്? ഇയാളുടെ മൊബൈലിൽ നിന്നാണ് ഇതെല്ലാം കിട്ടിയിരിക്കുന്നത്, അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. വനിതാ ഡോക്ടറായിട്ടുള്ള ഷഹീൻ ഷാഹദ് ലഷ്കറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നതിൻ്റെ ഡയറി കുറിപ്പുകളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലഷ്കറിനും ബന്ധമുണ്ട്, ജെയ്ഷെ മുഹമ്മദിനും ബന്ധമുണ്ട്. ജെയ്ഷെ മുഹമ്മദിന്റെ ഫരീദാബാദ് മൊഡ്യൂളിലെ പ്രധാന അംഗമായിരുന്നു ഡോക്ടർ ഷഹീൻ എന്ന് പറയുന്ന വനിതാ ചാവേർ എന്ന് വേണം പറയാൻ. ഇവര് ലഷ്കർ ഇ തൊയ്ബയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നതിൻ്റെ തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഡയറി കുറിപ്പുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. സ്ഫോടനത്തിന് പിന്നിലുള്ളവരെ ഏകോപിപ്പിച്ചത് മുഴുവനും ഇവരാണ്, ഈ ഡോക്ടർ ഷഹീനാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ അറ്റാക്ക് നടത്തിയത് നമ്മൾ വളരെ പ്രിസിഷൻ ആയിട്ടാണ് എല്ലാം ചെയ്തത്. അതായത് കൃത്യമായിരുന്നു. 9 ആക്രമണങ്ങൾ, 9 താവളങ്ങളാണ്, അത് ഈ ഭീകര താവളങ്ങളാണ് നമ്മൾ തകർത്ത് കളഞ്ഞത്. അല്ലാതെ സാധാരണക്കാർക്ക് നേരെ ചെന്ന് കയറുന്ന ഒരു പ്രവൃത്തി അത് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതേയില്ല. അപ്പോൾ ഈ 9 താവളങ്ങളും തകർത്തപ്പോൾ ഇവർ ചിതറിപ്പോയി. ഈ ചിതറിപ്പോയതോടുകൂടി മാത്രമല്ല, ഇവരുടെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തകർക്കുകയും ചെയ്തു. പെട്ടെന്ന് ജെയ്ഷയ്ക്കും അല്ലാതെ തന്നെ ലഷ്കറിനുമൊക്കെ ഒരു പുതിയ തലവൻ വരികയാണ്. ഇവരെല്ലാം നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്, മസൂദ് അസർ ഉൾപ്പെടെയുള്ളവരെ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട് ഇന്ത്യ. അപ്പോൾ ഇവരുടെ കണ്ണിൽ പെടാതെ മറ്റൊരു സംഘത്തെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് വനിതാ വിങ്ങിന് മാത്രമേ കഴിയുകയുള്ളൂ. സ്വാഭാവികമായും വനിതകളാണല്ലോ, അതുകൊണ്ട് തന്നെ സംശയിക്കപ്പെടാതിരിക്കാനുള്ള സകല സാധ്യതകളും ഇതിൽ ആസൂത്രണം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി ഈ ഭീകര സംഘങ്ങളുടെ മുഴുവൻ എല്ലാ കേന്ദ്രങ്ങളും തകർത്തതോടുകൂടിയാണ് ഇവർ പറഞ്ഞത് ആരാധനാലയങ്ങൾ തകർത്തു എന്നുള്ളതാണ്. അത് ശരിയാണ്.
പാകിസ്ഥാന്റെ ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് ഭീകര കേന്ദ്രങ്ങളാണ് എന്നുള്ളത് കൂടി അതുവഴി നമുക്ക് മനസ്സിലാവുകയും ലോകത്തിന് മുഴുവൻ മുമ്പിൽ തുറന്നു കാട്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ ഷഹീനൊക്കെ വരുന്നത് ഇതിന് ശേഷമാണ്. ചിതറിപ്പോയ ഇവരെയൊക്കെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവരെല്ലാം വന്നുകൊണ്ടിരുന്നത്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുമായിട്ടൊക്കെ ഇവർ നിരന്തരമായിട്ട് സംസാരിക്കുകയും അതായത് ആശയവിനിമയമൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഭാരതത്തിൽ ജെയ്ഷെ വനിതാ വിഭാഗത്തിന് നേതൃത്വം നൽകിയതാണ് ഡോക്ടർ ഷഹീൻ എന്ന് പറയുന്ന ഭീകര വനിത. വ്യത്യസ്ത വിലാസങ്ങളിലുള്ള 3 പാസ്പോർട്ടുകൾ ഈ ഭീകര വനിതയ്ക്കുണ്ട്. 3നെയും വിലാസവും വ്യത്യസ്തമാണ്, സ്വാഭാവികമാണത്. ഒന്ന് കാൺപൂർ GSVM മെഡിക്കൽ കോളേജിൻ്റെ വിലാസവും, രണ്ടാമത്തേതിൽ ലക്നൌവിലെയും മൂന്നാമത്തേതിൽ ഫരീദാബാദിലെയും വിലാസമാണ് ഇവർ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ അച്ഛൻ, ഭർത്താവ്, സഹോദരൻ, രക്ഷാകർത്താക്കൾ അവരെയൊക്കെ രക്ഷാകർത്താക്കളാക്കിയിട്ടാണ് ഇവർ ഈ പാസ്പോർട്ട് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. കൂടാതെ ഈ ഷഹീൻ എന്ന് പറയുന്ന ഭീകര വനിത 3 തവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായിട്ട് കൂടി NIA കണ്ടെത്തിയിട്ടുണ്ട്. കാൺപൂർ GSVM മെഡിക്കൽ കോളേജിൽ നിന്നും ഇവർ 2013 ജോലി ഉപേക്ഷിച്ചു. പിന്നീട് തായ്ലൻഡിലേക്ക് പോകുന്നു. പിന്നീട് ഭാരതത്തിൽ തിരിച്ചെത്തിയാണ് ഫരീദാബാദ് അൽ ഫലാഹ് മെഡിക്കൽ കോളേജിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. ജോലി എന്ന് പറഞ്ഞാൽ ഭീകരരെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഭാരതത്തിലുടനീളം സ്ഫോടനം നടത്തുവാൻ വേണ്ടിയിട്ട് ഭീകരരെ ഏകോപിപ്പിക്കുന്ന ഒരു ജോലിയാണ് ഇവർ സത്യത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട തെളിവാണ് NIA കണ്ടെത്തിയിട്ടുള്ളത്. ഇവർക്ക് ജെയ്ഷെ മുഹമ്മദുമായിട്ട് ലഷ്കറുമായിട്ടൊക്കെ ബന്ധമുണ്ട് എന്നുള്ളത് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നത് പോലെയല്ല. ഒരു അന്വേഷണ ഏജൻസി അത് സ്ഥിരീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് പിന്നാലെ തന്നെ പലതരത്തിലുള്ള നയതന്ത്ര നീക്കങ്ങൾ, പല തരത്തിലുള്ള തന്ത്രങ്ങളും മെനയുന്നുണ്ട് ഇന്ത്യക്ക് കൃത്യമായിട്ടറിയാം എപ്പോഴടിക്കണം, എവിടെ അടിക്കണം, എവിടെ അടിച്ചാൽ എവിടെ വരെ കൊള്ളും എന്നുള്ളത് പോലും കൃത്യമായിട്ട് ഇന്ത്യക്ക് അറിയാം. ഇപ്പോൾ അജിത് ഡോവൽ അടക്കമുള്ളവർ ചേർന്നിരുന്നു കൊണ്ട് നടത്തുന്ന ഒരു അന്വേഷണം തന്നെയാണ്. NIA ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് തലപ്പത്ത് അജിത് ഡോവലും മോദിയും അമിത്ഷായും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു വിങ്ങുണ്ട്. അവരെല്ലാം ചേർന്ന് ആലോചിച്ചുകൊണ്ടാണ് എല്ലാ തീരുമാനങ്ങളും എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ നിസ്സാരമായിട്ടൊന്നും കാണാൻ കഴിയില്ല. ഈ 3 ഭീകരർക്ക് മുഴുവൻ ഈ പാകിസ്ഥാൻ ബന്ധമുണ്ട് എന്ന് പറയുന്നു. പാകിസ്ഥാനിൽ നിന്ന് ഇവർ ഗൂഢാലോചന നടത്താൻ പോയത് തുർക്കിയിലേക്കാണ്. അപ്പോൾ തുർക്കിയുമായിട്ടുള്ള പ്രശ്നങ്ങളും അവിടെ ഉടലെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഭീകരാക്രമണത്തിന് ഇവർ ഗൂഢാലോചന നടത്താൻ വേണ്ടി ഇവർക്ക് ഫോൺ വേണമല്ലോ. ഈ ഫോണുകൾ ഇവർ എവിടെ നിന്ന് വാങ്ങി അതും കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫോണുകൾ വാങ്ങിയതിൽ ഏറെയും നേപ്പാളിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. അതും സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണുകളാണ് ഇവർ വാങ്ങിയിട്ടുള്ളത്. 7 ഫോണുകളിൽ നേപ്പാളിൽ നിന്നും 6 എണ്ണം 7 ഫോണുകൾ നേപ്പാളിൽ നിന്ന് വാങ്ങി, 6 എണ്ണം കാൺപൂരിൽ നിന്നും വാങ്ങി. ഇതിലൊക്കെ ആയിട്ട് 17ഓളം സിം കാർഡുകൾ കൂടി ഈ സംഘം ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ സിം കാർഡുകൾ വാങ്ങിയ ആളുകളുടെ തിരിച്ചറിയൽ രേഖകളൊക്കെ അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി അന്വേഷണമൊക്കെ നടക്കാൻ പോകുന്നത്. അറസ്റ്റിലായിട്ടുള്ള ഡോക്ടർമാരായിട്ടുള്ള പർവേഷ് മുഹമ്മദ് ആരിഫ്, ഫാറൂഖ് അഹമ്മദ് ധാർ എന്നിവരൊക്കെയും സ്ഫോടനത്തിന് 1 മണിക്കൂർ മുമ്പ് മുഖ്യപ്രതിയായിട്ടുള്ള ഉമർ നബിയുമായിട്ട് ഫോണിൽ വിവരങ്ങൾ പങ്കുവച്ചിരുന്നു എന്ന് പറയുന്നു. ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടന, ആ സംഘടനയുടെ വനിതാ വിഭാഗം നേതാവായിട്ടുള്ള ഡോക്ടർ ഷഹീൻ സയ്യിദിൻ്റെ സഹോദരനാണ് പർവേഷ്. കാൺപൂരിലെ മെഡിക്കൽ കോളേജിൽ കാർഡിയോളജി വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ആരിഫ്. കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഫാറൂഖ് അഹമ്മദ്. നവംബർ 8 രാവിലെ ഷഹീൻ ഉമറുമായിട്ട് സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അപ്പോൾ പ്രതികളുമായിട്ട് ബന്ധമുള്ള എല്ലാവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ തേടുകയാണ് അന്വേഷണ സംഘം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും NIA കണ്ടെത്തിയിരിക്കുന്ന ഈ വിവരങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ അടുത്ത് തന്നെ അടിപൊട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമ്മുടെ കരസേനാ മേധാവി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഈ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത്, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പറഞ്ഞിട്ടുള്ളത്, ഇനിയൊരു അടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇനിയൊരു തിരിച്ചടി ഇന്ത്യ കൊടുക്കുന്നുണ്ടെങ്കിൽ
ഇനി പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ആ ഭൂപ്രദേശം തന്നെ ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കണക്കാക്കിയിട്ടുള്ള ഒരു അടിക്ക് തയ്യാറെടുക്കുകയാണ്, ഒരു തിരിച്ചടിക്ക് തയ്യാറെടുക്കുകയാണ് ഇന്ത്യ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂട്ടത്തിൽ ഒരടി എന്ന് പറയുന്നത് നേപ്പാൾ വഴിയും കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ആ അടിയുടെ ആഘാതം തുർക്കി വരെ എത്താനുള്ള സാധ്യതകളുമുണ്ട്. എന്തായാലും കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്നറിയാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.